ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ 320 എപ്പിസോഡാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. കൂടെ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പിസോഡൊക്കെ പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാതെ തന്നെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ സോജയുടെ വരദിന്റെ വഴക്കിൽ നിന്നാണ്. സോജ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് നടക്കുന്നത്? അവളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇതുപോലെ കല്യാണം കഴിച്ചവരുടെ കൂടെയാണ് അവൾ പോകുന്നത്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിനെല്ലാം നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അവളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എത്ര കാലമായി തുടങ്ങിയിട്ട്? നിങ്ങൾ അവളുടെ കൂടെ തന്നെയായിരുന്നു താമസിക്കാറുണ്ടായിരുന്നത്? അങ്ങനെ ഓരോന്ന് ഭരതനോട് കുത്തി അവളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഭരത് ഒന്നും മൈൻഡ് ചെയ്യാതെ അതിനൊന്നും ഉത്തരം പറയാൻ താല്പര്യമില്ല എന്ന നിലക്ക് തിരിഞ്ഞ് നടക്കുകയാണ്. പക്ഷെ സോജ വിടുന്നില്ല. കൈയൊക്കെ പിടിച്ച് എന്താന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന നിലക്കാണ് സോജ നിൽക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഭരത ദേഷ്യം വന്ന് ഭരതും കുറെ വിളിച്ച് പറയാം, നീ നിന്റെ പരിധികൾ ലംഘിച്ചുകൊണ്ടാണ് സോജ ഇപ്പൊ സംസാരിക്കുന്നത്. നീ എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കിപ്പോൾ നിന്നോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ആ സംഭവിച്ചതിനെല്ലാം നിനക്കും പങ്കുണ്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. നീ എപ്പോഴെങ്കിലും എനിക്ക് സമാധാനം എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ടോ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരുടെയെങ്കിലും കുറ്റമോ കുറവോ മാത്രമായിരിക്കും. അല്ലാതെ ഒരു സമാധാനത്തിന്റെ വാക്ക് നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ നിനക്ക് എന്നെ മനസ്സിലാക്കാനേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്റെ മാനസിയുടെയും കാര്യം, അത് നിനക്കറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? ഭരത്, നിങ്ങൾ എന്താണ് പറയുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് ഭരത് അവിടെ നിന്നും പോവാണ്. നിങ്ങളുടെയും മാനസിയുടെയും കാര്യം അറിഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞത്? ഇനി ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം അച്ഛനോട് പോയി പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഭരതിന് മനസ്സിലാവും എന്ത് വലിയ തെറ്റാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നെ കാണിക്കുന്നത് ചായ ഉണ്ടാക്കി കൊണ്ടുവരുന്ന കാലിന്റെയാണ്. ഇതാ അമ്മേ ചായ. അല്ല, അൻകുഷ് എഴുന്നേറ്റിട്ടില്ലേ? അവൻ രാവിലെ തന്നെ വണ്ടി കൊണ്ട് പുറത്തു പോയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് പുറത്തു നിന്ന് അങ്കുഷ് വണ്ടി കൊണ്ട് നേരെ ഓടിച്ച് അകത്തേക്ക് കയറ്റി നിർത്തുന്നത്. ഹേ, ഗുഡ് മോർണിംഗ് ലേഡീസ്. എന്തുവാണ് നിന്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആരെങ്കിലും വീടിനകത്തേക്ക് ബൈക്ക് കൊണ്ട് കയറ്റി നിർത്തോ? സത്യം പറഞ്ഞാൽ എന്റെ ബൈക്കൊക്കെ അവിടെ സ്ഥലമൊന്നും കണ്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി നിർത്താന്ന് വിചാരിച്ചു. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ചെയ്യാം. അതുകൊണ്ട് എൻ ബൈക്ക് ഇവിടെ തന്നെ വെക്കാന്ന് വിചാരിച്ചു. ഇത് എന്ത് നല്ല ബൈക്കാണെന്ന് അറിയോ? ഇതിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ഇപ്പൊ കേൾപ്പിച്ചുതരാം എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അൻകുഷ്. എന്റെ പൊന്നോ, വെറുപ്പിക്കൽ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകത്തേ ഉള്ളൂ. അമ്മാതിരി വെറുപ്പിക്കാന്ന് വെറുപ്പിക്കുന്നത്. ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ മാറ്റിക്കൊണ്ട് മേലേക്ക് കയറി പോവാണ്. പക്ഷെ പിന്നീട് കാണിക്കുന്നത് ഒരു ബക്കറ്റ് വെള്ളം നിറച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുന്ന അൻകുഷയാണ്. എടാ, നിന്റെ തലക്കെന്താ ശരിക്കും സുഖമില്ലേ? വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയതും പോരാ, ഇപ്പൊ അതവിടെ കൊണ്ട് കഴുകുകയാണോ? എനിക്ക് ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചില്ലെങ്കിൽ സമാധാനമാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഇവിടുന്ന് പോകണം. ഇതൊന്ന് മാറ്റിക്കേ. അല്ല, ഞാൻ നിങ്ങളെ തടഞ്ഞില്ലല്ലോ. എന്താ നിങ്ങളെന്നൊക്കെ അന്നൊട്ടി പേടിപ്പിക്കുകയാണോ? അയ്യോ, എനിക്ക് പേടിയാവുന്നു. ഞാൻ ഒരു കാര്യം ചെയ്തുതരാം എന്ന് പറഞ്ഞുകൊണ്ട് പേപ്പർ കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ വെക്കാണ്. ഇതാ, ഇനി ഇതിൽ കയറിപ്പോയിക്കോ. അല്ല, പോകുന്നേ, നിങ്ങൾക്ക് പോകണമെന്നല്ല പറഞ്ഞത്. അയ്യോ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഇതിലിരുന്നാൽ ചിലപ്പോ മതി. നിർത്ത്, നിന്റെ തമാശ വല്ലാതെ കൂടുന്നുണ്ട്. നിന്റെ മുത്തശ്ശി ആവാനുള്ള പ്രായമുണ്ട് എനിക്ക്. എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ അഹങ്കാരമൊക്കെ മാറിക്കിട്ടും. ഇത് കേട്ട് ദേഷ്യം വന്ന് മൈൻഡ് ചെയ്യാതെ പോകുന്ന അങ്കുഷ് അവിടെ വഴുതി താഴെ വീഴാണ്. അപ്പൊ തന്നെ കാലിന്റെ അങ്കുഷ് എന്ന് വിളിച്ചടുത്തേക്ക് ചെല്ലുമ്പോ, വേണ്ട, നിങ്ങളുടെ അടുത്തേക്ക് വരണ്ട, മാറി നിൽക്കുന്ന പറയാണ്. മുതിർന്നവർ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോ അതിന് കളിയാക്കുകയല്ല വേണ്ടത്, അതനുസരിക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ദേഷ്യം വെറുപ്പും കൊണ്ടു നടന്നാൽ അത് നിന്നെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. മിസ് കാലിന്തി എനിക്കിപ്പോ മഹത്വത്തിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് തരികയാണോ? അല്ല, ഒരു പിഞ്ചു കുഞ്ഞിനെ ഇട്ടവനെ പോന്നതാണോ വലിയ മഹത്വമായ കാര്യം? ഇതും പറഞ്ഞുകൊണ്ട് അൻകുഷ് അവിടുന്ന് പോവാണ്. ഇതൊക്കെ കേട്ടു നിൽക്കുന്ന കാലിന്തിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ ഒന്നും പറയാതെ നോക്കി നിൽക്കുകയാണ്. കാലിന്തി വിഷമിച്ചിരിക്കുമ്പോൾ അജു സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആഷയുടെ അശോകിന്റെ ഓഫീസാണ്. അവിടെ ആഷ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് മാം നേരത്തെ പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് എന്തായെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആഷ പറയാണ്, ലൊക്കേഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവിടെ ഒരു കോളേജ് തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു, ഇനി ഒന്ന് പോയി കാണാൻ കൂടി ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കുമ്പോഴാണ് അശോക് അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവർ അശോകിനെ കാണുന്നില്ല. അപ്പൊ അയാൾ ചോദിക്കും, അല്ല, ആശ മേഡം ഒറ്റയ്ക്കാണോ വരുന്നത് അതോ അശോക് സാറ് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആശ പറയും, ഇല്ല, അശോക് സാറില്ല, ഞാൻ മാത്രമാണ് വരുന്നതെന്ന് പറയും. അപ്പൊ അയാൾ ചോദിക്കും, അല്ല, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്നത് എന്ന് ചോദിക്കും. അപ്പോഴാണ് ആശ അശോകിനെ കാണുന്നത്. അപ്പൊ അയാൾ വീണ്ടും ചോദിക്കും, അല്ല, പൊതുവെ നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അശോക് അവിടുന്ന് ഓടി വന്നിട്ട് കോളൊക്കെ പിടിച്ച് വലിച്ച് ആകെ ദേഷ്യപ്പെടുകയാണ്.
തനിക്ക് എന്താണ് വേണ്ടത്? താനിവിടെ സ്ഥലത്തിനെ കുറിച്ച് സംസാരിക്കാൻ വരുമ്പോൾ അത് മാത്രം ചോദിച്ചാൽ മതി. വേറെ കുടുംബകാര്യങ്ങളൊന്നും ഇടപെട്ട് അന്വേഷിക്കാൻ നിൽക്കണ്ട നിങ്ങൾ. ഇതുപോലത്തെ ആൾക്കാരെ എനിക്ക് തീരെ ഇഷ്ടമില്ല. ഇതുപോലെ കുറെ ആൾക്കാർ പൈസ കൊടുത്താൽ ഇങ്ങോട്ട് വരും. താൻ തന്നെ വേണമെന്ന് നിർബന്ധമല്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഇവിടുന്ന് പോകാനും പറഞ്ഞുകൊണ്ട് അയാളെ പുറത്താക്കുകയാണ്. അപ്പൊ ആശ ചോദിക്കുകയാണ്, അശോക് നിങ്ങൾക്ക് എന്തിന്റെ കേടാണ്? എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? ഇത്ര അധികം ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. മര്യാദക്ക് പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവും. അയാളെ ഞാനാണ് വിളിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അയാളെ പറഞ്ഞയച്ചത്? അപ്പൊ അശോക് പറയും, നിന്റെ ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞിരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പോവാണ്. നീ വേണമെങ്കിൽ വന്നോ, അല്ലെങ്കിൽ നീ രാത്രി മൊത്തം ഇവിടെ നിന്നോ. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അശോക് പോവാണ്. അപ്പൊ ആശ പറയും, ചോദ്യം ചോദിച്ചാൽ ഒന്ന് മറുപടി പറഞ്ഞിട്ട് പോയിക്കൂടെ? അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അശോക് എന്ന് പറഞ്ഞ് പിന്നാലെ പോവാണ്. നിങ്ങൾ എന്തിനാ അയാളെ പുറത്താക്കിയത്? അയാളെ ഞാനാണോ വിളിച്ചോണ്ടത്? അപ്പൊ പിന്നെ നിങ്ങളാണോ പുറത്താക്കേണ്ടത്? അതും അയാളെ ഉന്തി തള്ളി പുറത്തേക്കാക്കി. എന്താ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പൊ അശോക് പറയും, ഇത്തവണ ഞാൻ വാതിലിന്റെ പുറത്തൂടെ വിട്ടത്. ഇനി ഇമാതിരി സാധനങ്ങളെ ഇങ്ങോട്ട് കയറ്റിയിട്ടുണ്ടെങ്കിൽ വാതിലൂടെ ആവില്ല, പകരം ജനൽ വഴി ഞാൻ തള്ളി താഴ്ത്തിടും. ജോലി ചെയ്യാൻ വന്നാൽ അത് നോക്കണം, അല്ലാതെ പേഴ്സണൽ ലൈഫിൽ ഇടപെടല്ലേ വേണ്ടത് എന്നും പറഞ്ഞ് അശോക് അവിടുന്ന് പോവാണ്. അപ്പൊ ആശ പറയും, അല്ല അശോക്, നിങ്ങളിപ്പോ എന്തൊക്കെയായി പറഞ്ഞിട്ട് പോയത്? ജനൽ വഴി താഴത്തേക്ക് തള്ളി ഇടുന്നോ? അപ്പൊ ആ മരിച്ചോയില്ലേ? അപ്പൊ പിന്നെ നമ്മുടെ ജോലി എന്താവും അശോക്? എന്നാണ് എങ്ങനെ ജനൽ വഴി താഴത്തേക്ക് ഇടുന്നത്? ഇതൊന്ന് ചോദിച്ച് തീരുമാനാക്കിടുന്ന കാര്യം. അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അശോകിന്റെ കൂടെ ലിഫ്റ്റ് കയറി നിൽക്കുകയാണ് ആശ. കഴിയുന്നില്ല. വീണ്ടും എന്തിനാണോ അങ്ങനെ പുറത്താക്കിയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാ എന്റെ ജോലിക്കാരത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? ഇനി മേലിൽ എന്റെ ജോലിക്കാരത്തിൽ ഇങ്ങനെ ഇടപെട്ടാലുണ്ടല്ലോ. ഇടപെട്ടാലെന്താ എന്നും പറഞ്ഞ അശോക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് ലിഫ്റ്റിന് എന്തോ സംഭവിക്കുന്നത്. ലിഫ്റ്റിത്തെ കറണ്ടൊക്കെ ഓഫ് ആവുകയാണ്. ആകെ എന്തൊക്കെയോ ജർക്കിംഗ് സംഭവിക്കുകയാണ്. അങ്ങനെ ലിഫ്റ്റ് അവിടെ നിൽക്കുകയാണ്. അപ്പൊ അശോക് പറയും, എന്ത് വാച്ച്മാൻ അപ്പൊ മെയിൻസ് എപ്പോഴും ഓഫ് ആക്കിയോ? അങ്ങനെ അവർ ആ ലിഫ്റ്റിൽ അവിടെ കുടുങ്ങി പോവാണ്. ഹെൽപ്പ് ഹെൽപ്പ്, ഞമ്മളിവിടെ കുടുങ്ങി പോയിരിക്കുകയാണ്, ആരെയും ഒന്ന് രക്ഷിക്കോ? ഈ വാച്ച്മാൻ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അശോക്, നമ്മളപ്പോ ഇനി എന്ത് ചെയ്യും? അല്ല ഇനി എന്ത് ചെയ്യാനാ? ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ടി വരും. എന്ത്? അപ്പൊ നമ്മളിവിടെ കുടുങ്ങിപ്പോയോ? രാത്രി മുഴുവൻ നമ്മളിവിടെ നിൽക്കണം? അയ്യോ വേണ്ട, മഹാറാണിക്ക് ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ കിടന്നുറങ്ങിയാൽ മതി. ഓ അപ്പൊ കുഴപ്പമില്ല. എന്താ അശോക് ഇത്? ഇങ്ങനെ ഒരു സ്ഥലത്തോടെ കുടുങ്ങി കിടക്കുമ്പോ പോലും നിങ്ങൾ എന്നെ കളയാക്കാനുള്ള അവസരം മുതലാക്കിയിട്ടേ വിടത്തുള്ളൂ. എന്നെ പറയുന്നു വേണ്ട, ഇതൊക്കെ നിന്റെ അടുത്ത് തന്നെ പഠിച്ചത്. ഇനിയിപ്പോ എന്റെ തലക്കിട്ടോ? എന്നാലും എന്റെ അശോക്, ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ രാത്രി മൊത്തം ഈ ലിഫ്റ്റിൽ വഴിഞ്ഞു കൂട്ടണ്ടേ, അതും ഈ എന്റെ കൂടെ? അല്ല കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ നിങ്ങളെ പിടിച്ചു നിർത്തുന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പ്രോമിസ്. ഇതിപ്പോ നിന്റെ പൊട്ടത്തരം വിളമ്പാനുള്ള സമയമല്ല, ഇവിടെ കുടുങ്ങി കിടക്കുക. ഏത് നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലെന്ന് വെച്ചാ എന്നും പറഞ്ഞോണ്ട് ആഷിന്റെ കൈ എവിടുന്ന് മാറ്റിക്കളയാണ്. ഈ സെക്യൂരിറ്റി ഇത് എന്ത് വേണ്ടിയിട്ടാ ഇപ്പൊ തന്നെ ഇതെല്ലാം ഓഫാക്കിയിട്ടിരിക്കുന്നത്? ഇനി ഈ രാത്രി മുഴുവൻ ഇവളുടെ ഈ പിരിപിരി വർത്താനം കേട്ടോണ്ട് ഇവിടെ നിൽക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, ഹലോ എക്സ്ക്യൂസ് മീ മിസ്റ്റർ അശോക് അഗ്നിഹോത്രി, ജസ്റ്റ് റിലാക്സ്. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെ ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ കൂടെ ഈ ആശയല്ലേ ഉള്ളത്. ആശയുള്ളപ്പോ എന്തിനാ പേടിക്കുന്നത്? എന്റെ കയ്യിൽ എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചിട്ട് ആശ ആ എമർജൻസിയിൽ കോൾ ചെയ്യാൻ നോക്കുകയാണ്. കുറെ നമ്പറൊക്കെ അടിച്ചു നോക്കി ഭയങ്കര ഷോക്ക് ഇറക്കി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യം വിളിച്ചപ്പോൾ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ആശ പിന്നെയും വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും എടുക്കുന്നില്ല. പിന്നെയും വിളിക്കും, പിന്നെ എടുക്കില്ല. അപ്പൊ തന്നെ ആശയ്ക്ക് കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ അശോകേക്കും എന്തേ വിളിച്ചു കഴിഞ്ഞോ? സഹായിക്കാൻ ഇപ്പൊ ആൾക്കാർ എത്തുമല്ലോ അല്ലേ? ആശയാണെങ്കിൽ ആകെ ചമ്മിന് ആരെ നിലയിലൊന്നും മിണ്ടാതിരിക്കണം. അതെ, ആ ഫോണ് കേടന്നിട്ട് 2 ദിവസമായി. എന്ത് 2 ദിവസോ? അപ്പൊ നമ്മളെന്ത് രാത്രി മുഴുവൻ ഇവിടെ കിടക്കണം എന്നാണോ പറയുന്നത്? ഹെൽപ്പ് ഹെൽപ്പ്, ആരിലൊക്കെ ഒന്ന് രക്ഷിക്കോ, ഞമ്മളിവിടെ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ആശയം പിന്നെ അലറാൻ തുടങ്ങി. അതെ, നീ ചുമ്മാ കിടന്ന് അലറിയിട്ട് കാര്യമില്ല. നിന്റെ സൗണ്ട് കേട്ട് എന്തായാലും ആരും ഇങ്ങോട്ട് വരാൻ പോകുന്നൊന്നുമില്ല. ഫോണിൽ നെറ്റ്വർക്കും കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. ശരിയാണ് അശോക്, എന്തേലും നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? അപ്പൊ നമ്മൾ ശരിക്കും ലിഫ്റ്റിൽ കുടുങ്ങി പോയല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഒരുപാട് ചൂടെടുക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു. മതി ആശയം, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. എനിക്ക് വയ്യ അശോക്, എനിക്ക് പേടിയാവും. നമ്മളെങ്ങനെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ? റിലാക്സ് ആശേ, ഞാനില്ലേ നിന്റെ കൂടെ, നീ പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പൊ ആ ലൈറ്റ് വിടുന്നതിന് മിന്നി കത്താൻ തുടങ്ങുന്നത്. അങ്ങനെ ലൈറ്റ് ഓഫ് ആവാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ്. ഈ ആശ ഇത് എവിടെ പോയി കിടക്കുക? ഇന്നലെ ഇതുപോലത്തെ നല്ല നേരം വൈകിയാ വന്നത്. ഇവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, നേരം വെക്കുമ്പോ ഒന്ന് വിളിച്ച് പറയണമെന്ന്. എന്താ എത്ര നേരിട്ടൊന്നും വിളിക്കാത്തെ? എന്തായാലും അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ അഞ്ജലി ആശയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. പക്ഷെ എത്ര വിളിച്ചിട്ടും ആശ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിരഞ്ജൻ ആ വഴി പോകുന്നത് കാണാതെ. അപ്പൊ അഞ്ജലി വേഗം നിരഞ്ജനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സാർ ഇതുവരെ ആയിട്ടും ആശയെ കാണുന്നില്ല. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ മരുമോളല്ലേ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നീയല്ലേ അവിടെ തലകയറ്റി കിടക്കുന്നത്. അങ്ങനെ നിരഞ്ജൻ പോവാൻ നിൽക്കുമ്പോഴാണ് അഞ്ജലി വീണ്ടും അറിയുന്നത്, സാർ അശോകും ഇതുവരെ ആയിട്ടും വീട്ടിലെത്തിയിട്ടില്ല. അപ്പോൾ നിരഞ്ജൻ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതിനിപ്പോ എന്താ,
എന്റെ മകൻ നിന്റെ മകളെ പോലെ ഉത്തരവാദിത്തമില്ലാത്തവളല്ല. അവന് എന്താ ചെയ്യേണ്ടത്, എപ്പോൾ തിരിച്ചെത്തണം എന്നൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനുകളുണ്ട്. അതുകൊണ്ട് അവൻ എവിടെയും കറങ്ങി നടക്കാതെ നേരെ വീട്ടിലേക്ക് തന്നെ എത്തിക്കോളും. എന്റെ മകനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. നീ നിന്റെ മകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ അവിടെ നിന്ന് പോവുകയാണ്. എന്താ അശോക് ഇതുവരെയായിട്ടും വീട്ടിലെത്താത്തത്? ആശയം എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് വല്ലതും ആണോ? പിന്നീട് കാണിക്കുന്നത് ആശേനെ അശോകിനെയാണ്. കറണ്ട് വന്നപ്പോൾ അവർ രണ്ടുപേരും ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അവർ പെട്ടെന്ന് കൈയൊക്കെ എടുത്ത് മാറ്റി കുറച്ചേരം മിണ്ടാതിരിക്കുകയാണ്. ഒരു ഓക്വേർഡ് സൈലന്റ്. അല്ല, നിങ്ങളെന്തായി കാണിക്കുന്നത്? ഈ അവസരത്തിൽ എന്താണ് എല്ലാവരും ചെയ്യുക, അതന്നെ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാ നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? നീ ഇപ്പൊ എന്താ ചിന്തിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തൊക്കെ സംഭവിച്ചാലെന്ന് എനിക്ക് വളഞ്ഞ് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ചൂടെടുക്കുന്നുണ്ട്, അതുകൊണ്ടായി ഇപ്പൊ ദൂരിയത്. അശോക്, എനിക്ക് ഒരുപാട് ചൂടെടുക്കുന്നുണ്ട്. ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് ചൂടെടുത്ത് ശ്വാസം മുട്ടി ചത്തുപോകും. പ്ലീസ് അശോക്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ലിഫ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ നോക്ക്. യെസ് മാഡം, ഇപ്പോൾ ഓപ്പൺ ആക്കി തരാം. ഞാൻ നീ പറയുമ്പോൾ ഇങ്ങനെ ചെയ്തു തരാൻ വല്ല മജിഷ്യനാണല്ലോ. ഞാൻ നിന്റെ പോലെ തന്നെ അല്ലേ, എനിക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. നെറ്റാണെങ്കിൽ കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ വിളിച്ചെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അപ്പോഴാണ് അശോക് മേലെയുള്ള ആ ഫാന് കാണുന്നത്. അപ്പൊ അശോക് ഇങ്ങനെ ആശയെ നോക്കുകയാണ്. നിങ്ങൾ പൊക്കി കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ പകുതി ആശ്വാസം കിട്ടും. അങ്ങനെ ആശനെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആശ ചോദിക്കുന്നത്, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇപ്പോഴാണോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ഇടി ആശ, മേലേക്ക് നോക്ക്, അവിടെ ഫാൻ ഉണ്ട്. ആ ഫാൻ അവിടെ നിന്ന് പറിച്ചു മാറ്റി കളഞ്ഞാൽ പകുതി ആശ്വാസം കിട്ടും. നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്നല്ല പറഞ്ഞത്, അപ്പൊ അതെടുത്ത് മാറ്റിയാൽ മതി. ഇങ്ങ അതിൽ എന്നെ എടുത്ത് വെക്കണോ? എനിക്ക് ഞാനത് മാറ്റാൻ പറ്റും, എന്നെ കൊണ്ടൊന്നും കഴിയില്ല. നിങ്ങൾ തന്നെ അങ്ങ് ചെയ്താൽ മതി. എന്നാ നിന്റെ കൈ ഇതാ, എന്നെ അടുത്ത് പൊക്കും, ഞാൻ ശരിയാക്കി തരാം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളെ സൈസ് ഒന്ന് ആദ്യം നോക്ക്. എനിക്ക് ഞാൻ നിങ്ങളെ പൊന്തിക്കാൻ പറ്റിയ? നിങ്ങൾക്ക് ഇത്രയും നീളമില്ലേ? ആ നീളം വെച്ച് ചാടി എടുത്ത് ഊരി കളഞ്ഞാൽ മതി. നിന്നെയൊക്കെ എന്തിനാ പറ്റിയ? ഒരു പണി പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. നിനക്കൊക്കെ പ്രാന്താടി എന്ന് പറഞ്ഞുകൊണ്ട് അശോക് കുറെ ചാടി നോക്കുകയാണ്. പക്ഷെ ആ ഫാൻ അശോകിന് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ലാസ്റ്റ് അശോക് ഈ കാണിച്ചു വിട്ടുന്ന കണ്ട് ആശ എന്നെ പറയണം, മതി, ഇനി എന്നെ പൊക്കിക്കൊണ്ട, ഞാൻ എന്നെ ദൂരെ എടുത്തോളാം. ഇത് ആദ്യം അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഇതിനെല്ലാം ഞാനും പറഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് അശോക് ആശയെ മേലക്ക് പൊക്കിക്കൊടുക്കുകയാണ്. ഇതോടുകൂടി 320ാമത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഇപ്പോഴും കുറെ പേര് വീഡിയോസ് ഇടാൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഫോട്ടോ ആക്കിയിടുന്നത്. വീഡിയോ ആക്കിയിടുന്നതാണ് നമുക്കും സുഖം. പക്ഷെ അത് കഴിയാത്തതുകൊണ്ടാണ് ഫോട്ടോ ആക്കിയിടുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കി എപ്പിസോഡ് നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ.